ലേവ്യർ 3-ാം അധ്യായം. സമാധാന ബലിയാണ് ഒരുവൻ്റെ കാഴ്ചവസ്തുവെങ്കിൽ അവൻ കാഴ്ചവെക്കുന്നത് കാലിക്കൂട്ടത്തിൽ നിന്ന് ആണിനെയോ പെണ്ണിനെയോ ആണെങ്കിൽ തികവുറ്റതിനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. തൻ്റെ കാണിക്കമൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവച്ചിട്ട് സമാഗമകൂടാര വാതിൽക്കൽ വെച്ച് അതിനെ അറക്കണം. രക്തം അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. സമാധാന ബലിവസ്തുവിൽ നിന്ന് കർത്താവിന് അവൻ അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിനുമേലുള്ള സകല മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിച്ചെടുക്കണം. അഹറോൻ്റെ പുത്രന്മാർ അത് ബലിപീഠത്തിൽ അഗ്നിക്കുമീതെ വിറകിന്മേലുള്ള ഹോമയാഗത്തിന്മേൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമാണത്. കർത്താവിന് സമാധാന ബലിക്കായുള്ള ഒരുവൻ്റെ കാഴ്ചവസ്തു ആട്ടിൻകൂട്ടത്തിൽ നിന്നാണെങ്കിൽ തികവുറ്റ ആണോ പെണ്ണോ ആണ് അവൻ അർപ്പിക്കേണ്ടത്. ചെമ്മരിയാടിനെയാണ് തൻ്റെ കാഴ്ചവസ്തുവായി കൊണ്ടുവരുന്നതെങ്കിൽ അവൻ അത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. തൻ്റെ കാണിക്കമൃഗത്തിൻ്റെ തലയിൽ കൈവച്ചിട്ട് അവൻ അതിനെ സമാഗമകൂടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് അറക്കണം. അഹറോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിൽ നിന്ന് കർത്താവിന് അവൻ അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. അതിൻ്റെ മേധസ്സും, അതായത് കൊഴുത്ത വാൽ പൂർണ്ണമായും അവൻ അത് നട്ടലിനോട് ചേർത്താണ് വേർതിരിച്ചെടുക്കേണ്ടത്. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിനുമേലുള്ള സകല മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിച്ചെടുക്കണം. പുരോഹിതൻ അത് കർത്താവിന് അഗ്നിയിലുള്ള ഭോജനാർപ്പണമായി ബലിപീഠത്തിൽ ധൂമിക്കണം. അവൻ്റെ കാഴ്ചവസ്തു കോലാടാണെങ്കിൽ അവൻ അതിനെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കണം. സമാഗമകൂടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് അവൻ അതിൻ്റെ തലയിൽ തൻ്റെ കൈവച്ചിട്ട് അതിനെ അറക്കണം. അഹറോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. കൂടാതെ അതിൽ നിന്ന് അവൻ തൻ്റെ കാഴ്ചവസ്തുവായി കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിനുമേലുള്ള സകല മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിച്ചെടുക്കണം. പുരോഹിതൻ അവ ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് സുരഭില പരിമളത്തിനായി അഗ്നിയിലുള്ള ഭോജനാർപ്പണമാണത്. മേധസ്സു മുഴുവൻ കർത്താവിനുള്ളതത്രേ. ഒന്നിൻ്റെയും രക്തവും ഒന്നിൻ്റെയും മേധസ്സും നിങ്ങൾ ഭക്ഷിക്കരുത്. എല്ലാ വാസസ്ഥാനങ്ങളിലും നിങ്ങളുടെ തലമുറകൾക്കുള്ള ഒരു ശാശ്വത ചട്ടമാണത്.